ഈ വീഡിയോയിൽ നമ്മൾ എ ഗ്രേഡ് ലൈസൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ, ലൈസൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു എളുപ്പത്തിനൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഞാൻ പല പാറ്റേണും ഓൾറെഡി ഈ വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറൊരു പാറ്റേണാണ്. 150 HP ഒരു മോട്ടർ ഉള്ള, അതായത് യൂണിറ്റ് ലോഡ് ഏറ്റവും വലിയ മോട്ടർ 150 HP ഉള്ള, ബാക്കിയുള്ള ലോഡ് ഒരു 100 കിലോ വാട്ടും, പിന്നെ അതുകൂടാതെ ഒരു 400 കിലോ വാട്ട് എസെൻഷ്യൽ ലോഡ്, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 280 Ohm മീറ്റർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് അല്ല, റെസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 100 കിലോ വാട്ടിൻ്റെ സോളാറും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 DGയും അതുകൂടാതെ 200 കിലോ വാട്ടിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ നമുക്ക് പോകെ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ലോഡുള്ളത് 150 HP മോട്ടറും പിന്നെ 100 കിലോ വാട്ടും പ്ലസ് 400 കിലോ വാട്ട്, അങ്ങനെ 500 കിലോ വാട്ട് പ്ലസ് 150 HP മോട്ടറാണുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 150 HP കിലോ വാട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ കിലോ വാട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 0.746 വെച്ച് ഗുണിച്ചാൽ മതി. അപ്പോൾ കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ എല്ലാവരും ഓർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ടോട്ടൽ 600 സംതിങ് ഒരു ആൻസർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ടാവും, ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യാം, 1.5 അല്ലെങ്കിൽ 2 ഒക്കെ എടുത്ത് അസ്യൂം ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി അതിനെ KV ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ KV ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇതിൽ 0.9 പവർ ഫാക്ടർ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അതായത് നമുക്ക് കൊമേഴ്ഷ്യൽ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അതൊരു 0.95 മുകളിലൊക്കെ എടുക്കണതിനൊക്കെ തെറ്റില്ല. കാരണം നമ്മൾ അതനുസരിച്ചുള്ള സിസ്റ്റം ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമ്മളതിൻ്റെ പവർ ഫാക്ടർ അത്രയും റേഞ്ചിൽ നിർത്തും നല്ല ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ 0.95 ഒക്കെ വെച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ലൈസൻസിൻ്റെ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ 0.9 വെച്ച് അങ്ങ് ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു മീനിങ് അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നമ്മൾ 407.93 കിലോ വാട്ടാണ് ഉള്ളത് ആ മാക്സിമം ഡിമാൻഡ് നോക്കുമ്പോൾ. അപ്പോൾ മാക്സിമം ഡിമാൻഡിനെ നമ്മൾ ഇനി KV ആയിട്ട് കൺവേർട്ട് ചെയ്യും. KV ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസ്ഫോമർ റേറ്റിംഗ് KVയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, നമുക്ക് വൈവയ്ക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ KVയിൽ റേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി വെക്കണം. ഞാനതൊക്കെ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചാൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് അതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഞാനത് പറഞ്ഞ് ഇത് വലുതാക്കുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ, ഭാവിയിൽ ഈ മാക്സിമം ഡിമാൻഡ് ഇത് കൂടുതൽ വരാൻ സാധ്യത വന്നാലോ, ഇപ്പോൾ ചില ഷോപ്പിംഗ് കോംപ്ലക്സ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ കണക്ഷൻസ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ വന്ന് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ അടുത്തൊരു ഡ്രോയിങ് ചെയ്തതിൽ അവിടെ ഒരു ബിൽഡിങ്ങിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ബാങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ വേറെ അഡീഷണൽ ഒരു അവിടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്, പുറത്തേക്ക് പോകാനുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വരാൻ വേണ്ടി അവിടെ, അപ്പോൾ അവരുടെ ലോഡ് അതിൻ്റെ അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുവരെ അത് വാക്കൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഫ്യൂച്ചർ ലോഡ്, അതിന് വേണ്ടിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 544 KV എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് ടേബിൾ 3 നോക്കുക. ടേബിൾ 3യിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ഓൾറെഡി പല ഇതിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടർ ഡയറിയിൽ ടേബിൾ 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ട്രാൻസ്ഫോമർ റേറ്റിംഗ് പ്രകാരം നമുക്ക് 500 കഴിഞ്ഞാൽ പിന്നെ 630 KV ഉള്ളത്. സോ 630 KV ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്തു. ബട്ട് അത് നമ്മൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഇവിടെയുള്ള ഏറ്റവും വലിയ യൂണിറ്റ് ലോഡായ 150 HP മോട്ടർ ഓൺ ആകുമ്പോൾ അതിൻ്റെ കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ട് എന്തായാലും 1.5 ടൈംസ് ഫുൾ ലോഡ് കറണ്ട് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ആ കറണ്ട് ഒരിക്കലും നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഫൈനൽ വാല്യൂ ഓഫ് കറണ്ട് എക്സീഡ് ആവില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതായത് 630 KV ട്രാൻസ്ഫോമറിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എക്സീഡ് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഇവിടെ ഉണ്ട്. ട്രാൻസ്ഫോമർ ഈക്വൽ ടു K × M+L/7 × EZ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇൻസ്പെക്ടർ ഡയറിയിൽ അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ പറഞ്ഞ ട്രാൻസ്ഫോമറിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ഇതിൻ്റെ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതിൽ K എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ സ്റ്റാർട്ടറാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യണമെങ്കിൽ Kൻ്റെ വാല്യൂ 2.5 കൊടുക്കണം. VFD ഒക്കെ ആണെങ്കിൽ 1.5 കൊടുക്കാം.
ഡ്യുവൽ സ്റ്റാർട്ട് ആണെങ്കിൽ 7 കൊടുക്കണം. ഓക്കെ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോബ്ലം പ്രകാരം 150 HP ആണ് ഏറ്റവും വലിയ ലോഡ്, 150 HP ആണ്. അതിനുശേഷം നമ്മൾ എൽ എന്ന് വെച്ചാൽ മാക്സിമം ഡിമാൻഡ് ഇൻ KVA മൈനസ് യൂണിറ്റ് ലോഡ് ഇൻ KVA ആയിട്ട് ചെയ്യണം. അതായത് നമ്മുടെ മാക്സിമം ഡിമാൻഡ് എത്രയാണോ അതിൽ നിന്ന് യൂണിറ്റ് ലോഡ് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ എല്ലിൽ എഴുതണം. അപ്പോൾ പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും കുറച്ചും കൂടി. ഞാൻ പറയുന്നത് കുറച്ച് ഫാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ആ ഓപ്ഷനിലിട്ട് ചെയ്യാവുന്ന കേട്ടോ. നിങ്ങളിത് പ്ലേ പോസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് ആണ്, പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആണ്. യൂഷ്വലി 5% ഒക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വരാറുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. 407.93 ആണ് നമ്മുടെ ടോട്ടൽ മാക്സിമം ഡിമാൻഡ് ഇൻ KVA. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് 407.93 ആയിരുന്നു മാക്സിമം ഡിമാൻഡുള്ള KVA, കിലോ വാട്ടിലാണേ. അപ്പോൾ ഒരു ചെറിയൊരു ഇതിലൊരു എഴുതിയേക്കുന്ന ചെറിയ മിസ്റ്റേക്കാണ്. 407 അല്ല 453 ആണ്. പിന്നെ നമ്മൾ ഇതിൽ ഇവിടെ 453 എന്ന് വായിക്കണേ. ഇതിൽ 150നെ നമ്മൾ 150 HP ആണല്ലോ, അതിനെ കിലോ വാട്ടാക്കാൻ 0.746 വെച്ച് ചെയ്തു. KVA ആക്കാൻ ഡിവൈഡ് ബൈ 0.9 വെച്ച് ചെയ്തു. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടി മൈനസ് ചെയ്തു. അപ്പോൾ 329 KVA എന്ന് പറഞ്ഞ് കിട്ടി. എന്നിട്ട് ഇനി അപ്പോൾ നമുക്ക് എല്ലാ സാധനമായി. എൽ എന്ന് പറഞ്ഞ വാല്യൂ 329 KVA ആണ്. എം എന്ന് പറഞ്ഞാൽ 150 HP ആണ്. അത് HP തന്നെ ആട്ടോ ഇവിടെ എഴുതേണ്ടത്. ഇത് KVAയിൽ എഴുതണം. ആ ഒരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു തമ്പ് റൂൾ ഫോർമുലയിൽ എന്തൊക്കെയാണ് HP ഉള്ളത്, എന്തൊക്കെയാണ് KVAയിൽ ഉള്ളതെന്ന് വിശദമായിട്ട് നമ്മൾ നോക്കി വെക്കണം. ഇതിൽ കാണാം നമ്മൾ K × M ആയിരുന്നു. അപ്പോൾ K എന്ന് പറഞ്ഞാൽ 2.5 സ്റ്റാൻഡേർഡ് സാറ്റൻ എടുത്തു, M 150 HP തന്നെ എടുത്തു. ഈ L എന്ന് പറഞ്ഞത് KVAയിലാണ് എഴുതിയേക്കുന്നത്. KVAയിലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കണം. 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 502.85 KVA എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ 150 HP മോട്ടർ ഓടാൻ വേണ്ടി ഏകദേശം 502 KVAയുടെ റേഞ്ചുള്ളൊരു ട്രാൻസ്ഫോമർ മതി. അപ്പോൾ 502 KVA ട്രാൻസ്ഫോമർ എന്തായാലും ഇല്ല. അപ്പോൾ നമ്മൾ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു VFD സ്റ്റാർട്ടറൊക്കെ ആക്കിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത്രയും ഇതിനേക്കാളും കുറഞ്ഞ വാല്യൂ കിട്ടും. ഈ Kയുടെ വാല്യൂ 1.5 ഇടുമ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞ രീതിയിലൊക്കെ ആൻസർ കിട്ടും. സോ ആ രീതിയിൽ നമുക്ക് അങ്ങനെ അത് വേണമെങ്കിൽ 500ൻ്റെ അകത്ത് തന്നെ ചെയ്യാം. ബട്ട് നമ്മുടെ മാക്സിമം ഡിമാൻഡ് പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞു 630 KVA വേണമെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണോ ഹയസ്റ്റ് എന്ന് നോക്കുക. ഇപ്പോൾ ചില കേസുകളിൽ 200 HP മോട്ടർ 250 HP മോട്ടർ വരുമ്പോൾ തിരിഞ്ഞു വരാം. അതായത് മാക്സിമം ഡിമാൻഡ് കുറവും ഈ മോട്ടർ റേറ്റിംഗ് കൂടുതലായിട്ടുള്ള കേസുകളും വരാം. അപ്പോൾ ആ രീതിയിൽ ട്രാൻസ്ഫോമർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. 630 ട്രാൻസ്ഫോമറാണ് സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ എഴുതുക. ഇനി ST ബ്രേക്കർ യൂഷ്വലി നമ്മൾ സെയിം സാധനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ST ബ്രേക്കറിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഇൻസ്പെക്ടർ ഡയറിയുടെ ടേബിൾ 4 പോയത് ST സൈഡ് LT സൈഡിലെ ബ്രേക്കറിനെ പറ്റി വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് വിശദമായിട്ട് വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് പ്രകാരം നമ്മൾ 630 ആംപിയറിൻ്റെ 350 MVA VCB ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിനൊക്കെ 400 KVA മുകളിൽ വരുമ്പോൾ VCB നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ അതിൽ കിടക്കുന്നുണ്ട് നമ്മൾ ഇൻഡോറിലൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിലെല്ലാത്തിൻ്റെ റേറ്റിംഗ് യൂഷ്വലി 630 ആംപിയറും 350 MVA ആണ്. നമ്മുടെ ഒറിജിനലി HT സൈഡിൽ വരാൻ പോകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പോൾ 500 KVAക്കൊക്കെ വരുന്ന 26 ആംപിയറൊക്കെ വരുള്ളൂ. അപ്പോൾ 630 ഏകദേശം 32 അത്രയൊക്കെ വരുള്ളൂ. ബട്ട് അതല്ല നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിംഗ്, അത് ഫാൾട്ട് കറണ്ട് ഇതിനൊക്കെ ബേസ് ചെയ്തുള്ള റേറ്റിംഗ് ആണ് ഈ 350 MVA. അപ്പോൾ 630 ആംപിയർ 350 MVA ആയിട്ടുള്ള VCB ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. 12 KV റേറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അതൊക്കെ നോർമലി ഏത് കമ്പനിയിൽ അന്വേഷിച്ചാൽ ഈ സാധനം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൽ ഓവർ കറണ്ട് റിലേ എർത്ത് ഫാൾട്ട് റിലേ ഉണ്ടാവണം. 2 ഓവർ കറണ്ട് റിലേ എർത്ത് ഫാൾട്ട് റിലേ ഉണ്ടാവണം. ഇത് വിശദമായിട്ട് ടേബിൾ 4 എഴുതിയിട്ടുണ്ട്. പ്ലീസ് വെരിഫൈ ദ ടേബിൾ 4 ഓഫ് ഇൻസ്പെക്ടർ ഡയറി. ഇനി നമുക്കിതിൽ TOD മീറ്റർ വെച്ച് കൊടുക്കണം എന്നുള്ള കേസുകളുണ്ടാവും. അപ്പോൾ TOD മീറ്റർ വെച്ച് കൊടുക്കുമ്പോൾ അതിന് അതിന് മുന്നായിട്ട് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി 11 KV ആണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഉണ്ടാവണം. അപ്പോൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ 11 KV 110 വോൾട്ട് ആയിരിക്കും. അത് ക്ലാസ് 0.2 ആയിരിക്കും. 100 MVA ഒക്കെ 100 VA ഒക്കെയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് PTയുടെ റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ വിശദമായിട്ട് കാണുക. സംശയമുള്ളവർ എപ്പോഴും ആ വീഡിയോസ് പോയി സെർച്ച് ചെയ്തിട്ട് ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഡയറി റൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു പ്ലേലിസ്റ്റ് ഞാൻ അതിന് ചെയ്തിട്ടുണ്ട്. CT അതുപോലെ ഇതിൻ്റെ കറണ്ട് മെഷർ ചെയ്യാനുള്ള CT ഞാൻ പറഞ്ഞത് ഇതിൽ കറണ്ട് ആകെ 32 ആംപിയറൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് 40/5 ആംപിയറിൻ്റെ CT യൂസ് ചെയ്താൽ മതി. ക്ലാസ് ശ്രദ്ധിക്കണം 0.2 ആണ്, 20 VAയുടെ ആണ്. അപ്പോൾ ഇവിടെ പ്രൈമറി കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന രീതിയും കാണിച്ചിട്ടുണ്ട്. 630 × 0.52 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കറണ്ടും കിട്ടും. ഇനി HT കേബിൾ സെലക്ട് ചെയ്യാൻ നമുക്ക്
32 ആമ്പയർ ഫ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ചെറിയൊരു കേബിൾ കൊണ്ട് കാര്യം നടക്കും എന്ന് വിചാരിക്കും. ബട്ട് അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 11 kV വരുന്നതുകൊണ്ട് തന്നെ ഫാൾട്ടിൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ മിനിമം നമുക്ക് 250 MVA ഫാൾട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷനും വളരെ വിശദമായിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ മിനിമം 250 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ 250 അതിൻ്റെ ഫാൾട്ട് ലെവലാണെന്ന് എടുത്തുകൊണ്ട് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ 250 ഡിവൈഡ് ബൈ √3 × 11 kV ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 13,120 ആമ്പയർ അല്ലെങ്കിൽ 13.12 കിലോ ആമ്പയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി എന്നിട്ട് നമ്മൾ കേബിൾ സെലക്ഷന് വേണ്ടി നമ്മൾ 10.64 × ISC × √T എന്ന് പറഞ്ഞൊരു ഫോമുല ഉണ്ട്. അതായത് നമുക്ക് ഇതിൽ കിട്ടുന്ന ആൻസർ ഒരു ഏരിയ ഇൻ സ്ക്വയർ mm ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 10.64 × ISC നമ്മൾ 13.12 തന്നെ എഴുതണം, കിലോ ആമ്പയർ തന്നെ എഴുതണം. √T എന്ന് പറഞ്ഞാൽ T 1 സെക്കൻഡ് എടുക്കുന്നത്, കാരണം ഫാൾട്ട് ടൈം ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ്, ഫാൾട്ട് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ 139.5 സ്ക്വയർ mm എന്നാണ്. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഹയർ സൈസ് അവൈലബിൾ 150 സ്ക്വയർ mm. അപ്പോൾ 1 runs 3 core. ഇതിൽ 11 kV ആണ്, അവിടെ ന്യൂട്രൽ ഇല്ല, ഡെൽറ്റ സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 core യൂസ് ചെയ്താൽ മതി. 150 സ്ക്വയർ mm XLP കേബിൾ അല്ലെങ്കിൽ A2XFI കേബിൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മളത് സ്റ്റാൻഡേർഡ്സിലും പറയും മിനിമം 150 സ്ക്വയർ mm കേബിൾ എന്തായാലും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ കാരണം ഇതാണ്, ഈ ഫോമുലയാണ്. ഇനി സെക്കൻഡറി സൈഡ് കേബിളിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിലെ ടേബിൾ 3 ട്രാൻസ്ഫോമറിൻ്റെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം നമുക്ക് 630 kVയുടെ ട്രാൻസ്ഫോമറിന് ബസ് ബാർ ട്രങ്കിങ് ഓർ 4 runs 3.5 core 400 സ്ക്വയർ mm AYFF കേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അത് ടേബിൾ 3 ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അതിൻ്റെ ന്യൂട്രൽ CT നമ്മൾ സെലക്ട് ചെയ്യാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് അവിടുത്തെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡറി സൈഡിലെ കറണ്ട് വരുന്നതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് ഫോമുല KVA × 1.33 ചെയ്താൽ മതി. അതായത് ഏത് ട്രാൻസ്ഫോമറിനെ കണ്ടുപിടിക്കാൻ അതിൻ്റെ KVA × 1.33 ചെയ്താൽ അവിടുത്തെ സെക്കൻഡറി സൈഡിലെ കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ 630 kV ട്രാൻസ്ഫോമർ × 1.33 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 837.9 ആമ്പയർ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ന്യൂട്രലിൽ നമ്മൾ സാധാരണ ഇടുന്നത് 1/5 ഓഫ് ദ ഫുൾ ലോഡ് കറണ്ടാണ്. അപ്പോൾ ആ ട്രാൻസ്ഫോമർ ഫുള്ളി ലോഡ് ചെയ്യുമ്പോൾ 837 ആമ്പയർ ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ 1/5 എടുക്കുകയാണെങ്കിൽ ആ 167, അപ്പോൾ ഒരു 170 ആമ്പയർ അല്ലെങ്കിൽ 175 ആമ്പയർ ബാർ 5 ആമ്പയറിൻ്റെ പ്രൊട്ടക്ഷൻ ടൈപ്പ് 5P10 പ്രൊട്ടക്ഷൻ ടൈപ്പ് CT ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ദാറ്റ് വീഡിയോ. അപ്പോൾ ഇനി നമ്മൾ MSB ഡിസൈൻ ചെയ്യണം. MSB ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആദ്യം അതിൻ്റെ അകത്ത് എന്താണ് വെക്കേണ്ടതെന്ന് അറിയണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉള്ളത് MCCB അല്ലെങ്കിൽ ACB എന്നുള്ള ഓപ്ഷനാണ് ഉള്ളത് LT സൈഡിൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിൾ 4 നോക്കുക 2 ഓപ്ഷൻ ഉണ്ടോ അതൊരു ഓപ്ഷൻ ഉള്ളോ എന്നുള്ളത്. അപ്പോൾ ഇത് 630 നമുക്ക് യൂഷ്വലി ACB ആണ് നമ്മൾ KV ആകുമ്പോൾ ACB തന്നെ യൂസ് ചെയ്യേണ്ടി വരും, കാരണം അവിടുത്തെ ആമ്പയർ അത്യാവശ്യം 800 മുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 630 അല്ലെങ്കിൽ 800 ആമ്പയർ വരെയൊക്കെ നമുക്ക് MCCB വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആക്ച്വലി 1250 ആമ്പയർ വരെയൊക്കെയുള്ള MCCB അതിന് മുകളിലൊക്കെ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ഇൻസ്പെക്ടർ ഡയറി ടേബിൾ 4 പ്രകാരമുള്ള സ്റ്റാൻഡേർഡാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ACB യൂസ് ചെയ്യും. 1000 ആമ്പയറുടെ 4 പോൾ ACB ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതിന് വേണ്ട അഡീഷണൽ പ്രൊട്ടക്ഷൻസ് 3 ഓവർ കറണ്ട് 1 എർത്ത് ഫാൾട്ട് റിലേ പ്ലസ് 10 ട്രിപ്പ് റിലീസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനെപ്പറ്റിയുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടേബിൾ 4 ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ടേബിൾസ് എല്ലാം ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് നമ്മൾക്ക് ഡയറി കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ ടേബിൾ കൃത്യമായിട്ട് അവിടെ ഓർത്ത് വെച്ച് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ബസ് ബാർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നോർമൽ കറണ്ട് ഡെൻസിറ്റിയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ അതിൽ വരാൻ പോകുന്ന കറണ്ടിൻ്റെ റേറ്റഡ് കറണ്ട് 1000 ആമ്പയറിൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ 1000 തന്നെ എടുക്കാം. 1000 ആമ്പയർ 1000 വരുന്നില്ല, ആക്ച്വലി 800 വരുന്നുള്ളൂ, 800 900 വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് 1000 കൂട്ടുന്നു. അപ്പോൾ ഈ ഫുൾ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ ആക്ച്വലി നമുക്ക് 630 × 1.33 അല്ലെങ്കിൽ 1.39 യൂസ് ചെയ്താൽ മതി. ഈ 1.33 39 വരുന്നത് നമ്മൾ ആ വോൾട്ടേജ് സെലക്ട് ചെയ്യുന്ന ബേസ് ചെയ്ത്. ആക്ച്വലി 1.33 എടുത്താൽ മതിയായിരുന്നു. എനിവേ ആ റേഞ്ചിൽ തന്നെ വരും, 800 സംതിങ് ആമ്പയർ തന്നെ വരും. അപ്പോൾ നമ്മൾ കൂടുതലായി ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ 1000 ആമ്പയർ എടുക്കുന്നു. 1000 ഡിവൈഡ് ബൈ 0.8. ആക്ച്വലി ആ ഒരു 900 ഡിവൈഡ് ബൈ 0.8 എടുത്താലും മതി. നമ്മുടെ 900 അടുത്തല്ലേ ആമ്പയർ വരുന്നുള്ളൂ. അപ്പോൾ എടുത്താലും മതി. അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്യാൻ എളുപ്പത്തിന് എടുത്ത് കാണിച്ചത്. 1000 ഡിവൈഡ് ബൈ 0.8 ചെയ്യുമ്പോൾ 1250 mm² എന്ന് പറഞ്ഞ് വരും. ഈ 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി ഓഫ് അലുമിനിയം ആണ് കേട്ടോ. അലുമിനിയം ആണ് നമ്മൾ ബസ് ബാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി 0.8 ആമ്പയർ പെർ mm² ആണ്. അപ്പോൾ
അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. ഇനി കോപ്പർ ആണെങ്കിൽ 1.2 വെച്ചായിരിക്കും 1000 ഡിവൈഡ് ബൈ 1.2 ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എനിവേ അപ്പോൾ നമുക്ക് 1250 mm² കിട്ടി. അപ്പോൾ നമ്മൾ 75 mm ഇൻറ്റു 10ൻ്റെ ബസ് ബാർ 75 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 75 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 750 വരുള്ളൂ. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് 1500 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് 2 runs ഓഫ് 75 ഇൻറ്റു 10 അലുമിനിയം, ന്യൂട്രൽ അതിൻ്റെ പകുതി മതി. അതാണ് 1 run 75ൻ്റെ യൂസ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഫോർ കോസ്റ്റ് സേവിങ് ആണ്. IT ടൈപ്പ് ബിൽഡിങ്സിൽ നമുക്ക് ചിലപ്പോൾ സെയിം സൈസ് തന്നെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇനി നമ്മൾ ഔട്ട് ഗോയിങ്സ് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഔട്ട് ഗോയിങ് തീരുമാനിക്കുന്നത് 150 HP മോട്ടർ ഡയറക്റ്റ് MSBയിൽ കണക്ട് ചെയ്യാം. പിന്നെ ബാക്കി നമ്മൾ സബ് പാനൽ SSB2 പകരം മോട്ടർ കൺട്രോൾ സെൻറ്റർ 1, മോട്ടർ കൺട്രോൾ സെൻറ്റർ 2 എന്ന് കൊടുത്തു. അപ്പോൾ അതിന് 200 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. പിന്നെ യൂട്ടിലിറ്റി പാനൽ 100 kW കൊടുത്തു. പിന്നെ ഇതുകൂടാതെ നമുക്ക് APFC പാനൽ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് MSBന്ന് പിരിഞ്ഞ് പോകാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് എങ്ങനെയാണ് ഔട്ട് ഗോയിങ് ബ്രേക്കേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. 150 HP മോട്ടറിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോമുല അതിൻ്റെ KV ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. KV കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 1.39 ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ ഷോർട്ട് കട്ട് ഫോമിലുണ്ട് HP × 1.3 ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കറണ്ട് കിട്ടും. പിന്നെ അത് നമ്മൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് ഒരു 50% എക്സ്ട്രാ എടുക്കണം. അതായത് 1.5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 259 എന്ന് പറഞ്ഞാൽ അത്രയും കറണ്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് 259 ആംബിയർ കിട്ടി. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രേക്കറിൻ്റെ റേറ്റിംഗ് നോക്കിയാൽ പിന്നെയുള്ള 320 ആംബിയറിൻ്റെ ബ്രേക്കറാണുള്ളത്, MCCB ഉള്ളത്. അപ്പോൾ അത് അവിടുത്തെ ഫോൾട്ട് കറണ്ട് ഒരു 13 വന്നാറും നമുക്ക് 320 ആംബിയർ 4 പോൾ 25K MCCB സെലക്ട് ചെയ്യുന്നു. അത് 80% സെറ്റ് ചെയ്യുന്നു. അതായത് 320 × 0.8 80% എന്ന് പറഞ്ഞാൽ 0.8 ചെയ്താൽ ഏകദേശം നമുക്ക് ഈ 250 സംതിങ് കിട്ടും, 260 സംതിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വരുന്നത് MCC 1ൻ്റെ 2ൻ്റെ ഒക്കെ അത് സെയിം ആണല്ലോ. 200 kW അതിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ആദ്യം KV ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കിലോവാട്ട് ഡിവൈഡ് ബൈ 0.9 ചെയ്തു. അപ്പോൾ ഈ 0.9 തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് 0.95 ആ റേഞ്ചൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ പ്രോബ്ലത്തിൽ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. വേസ്റ്റ് കേസ് സിനാരിയോ നമ്മുടെ പവർ ഫാക്ടർ കുറഞ്ഞ് 0.9 എത്തി. അങ്ങനെയുള്ള അവസ്ഥയെ പോലെ ഈ പാനൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ അവർ നമ്മുടെ ഇൻസ്പെക്ടറിൽ തിരിച്ചും മറിച്ചൊക്കെ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിന് ഒരു ഉത്തരം വേണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇൻറ്റു 1.39 ചെയ്താൽ നമുക്ക് അവിടുത്തെ ആംബിയർ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 1.39 1.33 0.52 എന്നൊക്കെ പറഞ്ഞുള്ള മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടേഴ്സ് തന്നെ അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ള വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഇനി നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കാലത്ത് എങ്ങാനും ആ പാനൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ അതും കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ ഡീറേറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ അതാണ് അതിൽ കൺസിഡർ ചെയ്തേക്കുന്നത്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ പല മീനിങ്ങും ഉണ്ട്. നമുക്ക് കുറേ നാളെ അതിൻ്റെ കപ്പാസിറ്റി കുറയുക എന്നൊക്കെയുള്ള മീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 370 ഒരു 20% എക്സ്ട്രാ എന്ന് പറയുമ്പോൾ 1.2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 370 ഒക്കെ കൂട്ടാം. അപ്പോൾ 370 വന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 400 ആംബിയർ 4 പോളിൻ്റെ MCCB 30K MCCB 90% സെറ്റ് ചെയ്ത് അത് യൂസ് ചെയ്യുന്നു. ഇനി യൂട്ടിലിറ്റി അപ്പോൾ MCC 1ഉം 2ൻ്റെയും സെയിം തന്നെയാണ് കേട്ടോ. എൻ്റെ ബ്രേക്കർ കിട്ടി. യൂട്ടിലിറ്റി പാനൽ ഒരു എക്സ്ട്രാ പാനൽ ഉണ്ട് 100 kW. അതും സിമിലർലി നമ്മൾ ചെയ്യുന്നു. നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 185 ആംബിയർ കിട്ടുന്നു. ആ സിമിലർ സാധനമാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഈ പറയുന്ന സാധനം കേട്ട് കൺസ്യൂം ചെയ്ത് പോകാണ്ട് നിങ്ങളായിട്ടത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പോസ് ചെയ്തൊക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നുള്ളൂ. അപ്പോൾ 250 ആംബിയറിൻ്റെ 4 പോൾ 25K MCCB 90% സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് വരുന്നത് APFC പാനലാണ്. APFC പാനലിൽ നമുക്ക് വരുന്നത് കോപ്പർ ലോസും അയൺ ലോസും വെച്ച് അതിനെ, അതായത് നോ ലോഡ് ടൈമിൽ കോപ്പർ ലോസും അയൺ ലോസും വരുന്ന ടൈമിൽ അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടി നമുക്കൊരു ഒരു കപ്പാസിറ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കോമ്പൻസേറ്റിംഗ് നോ ലോഡ് കോമ്പൻസേഷൻ എന്ന് പറയും. അപ്പോൾ ആ കപ്പാസിറ്ററിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഐ ലോസ് പ്ലസ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞൊരു വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് Q1 എന്ന് പറഞ്ഞൊരു വാല്യൂ എടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ കപ്പാസിറ്ററിൻ്റെ വാല്യൂ Q2 ആണ്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിലോവാട്ട് × tan phi 1 - tan phi 2 ആണ്. ഇതും ഞാൻ വിശദമായിട്ട് വേറെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പ്രോബ്ലം ബേസ് ചെയ്ത് പറയാം. അപ്പോൾ phi 1ഉം phi 2 എന്താ ഇനിഷ്യൽ പവർ ഫാക്ടറും ഫൈനൽ പവർ ഫാക്ടറാണ്. നമ്മുടെ റൂൾസ് പ്രകാരം 0.95 മുകളിൽ നിന്നാലേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബില്ലിന് നെഗറ്റീവ് അടിക്കും. 0.95 താഴെ നെഗറ്റീവാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ ലൈസൻസ് എടുക്കുന്ന ടൈമിൽ 0.9 മുകളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിലായിരുന്നു. അതിപ്പോൾ മാറ്റി 0.95 ആക്കി. 2021 or 22 അതോ ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു അതും ചേഞ്ച് ആയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
ആ ഒരു റേഞ്ചായിരുന്നു. 2019 ആ ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ ഇത് 0.9 മുകളിലായിരുന്നു. എനിവേ, അപ്പോൾ 5.1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പവർ ഫാക്ടറാണ്. അതായത് cos 5.1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പവർ ഫാക്ടറും cos 5.2 ഫൈനൽ പവർ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ അതിൽ നിന്ന് നമ്മൾ 5.1ഉം 5.2ഉം കണ്ടുപിടിക്കണം. എന്നിട്ട് tan 5.1ഉം tan 5.2ഉം കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൽ KW എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ KW എന്ന് എഴുതിയേക്കുന്നത് നമ്മുടെ റിക്വയർഡ് പവർ ലോഡ് ഇൻ KVA, മാക്സിമം ഡിമാൻഡ് KVA ആണ്. അത് 407.93 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അതിൻ്റെ KVA-ലാണ്. അപ്പോൾ നമുക്ക് 102.33 kVAr ഓഫ് കപ്പാസിറ്റർ വേണ്ടി വരും. ഇനി ഇതുകൂടാതെ ഞാൻ പറഞ്ഞു Q1 എന്ന് പറഞ്ഞാൽ നോ ലോഡിന് വേണ്ടി ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യണം. അതായത് ലോഡൊന്നും ഇല്ലെങ്കിലും ട്രാൻസ്ഫോമർ ഒരു വൈൻഡിങ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് അയൺ ലോസും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യണത്. അത് വേറെ ഒന്നുമില്ല, 0.02 ഇൻറ്റു ട്രാൻസ്ഫോമർ റേറ്റിംഗ് പ്ലസ് 0.04 ഇൻറ്റു ട്രാൻസ്ഫോമർ റേറ്റിംഗ് ചെയ്യണം. അത് കോർ ലോസിന് കൺസിഡർ ചെയ്യാം. അതായത് കോർ ലോസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോമറിൻ്റെ 20% ഓഫ് ദ റേറ്റിംഗ് എടുക്കും. കോപ്പർ ലോസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി 0.04% ഓഫ് ദ I mean 2% ഓഫ് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗും 4% ഓഫ് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ് കൊടുക്കുക. അതാണ് ഇതിൽ ബേസിക്കലി ചെയ്തേക്കുന്നത്. അതാണ് 0.02 ഇൻറ്റു 630 എന്ന് ചെയ്തേക്കുന്നത്. 2% ഓഫ് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എടുത്തതാണ്. 0.04 എന്ന് പറഞ്ഞാൽ 4% ഓഫ് ദ ട്രാൻസ്ഫോമർ റേറ്റിംഗ് എടുത്തത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന ആൻസർ KVAറിൽ എഴുതണേ. അപ്പോൾ ഇത് 12.6 പ്ലസ് 25.6 നമുക്ക് ഒരു KVAറിൽ ഒരു ആൻസർ കിട്ടി. അപ്പോൾ അങ്ങനെ ടോട്ടൽ എല്ലാം കൂടി നോക്കുമ്പോൾ 140 KVAറിൻ്റെ കിട്ടി. അത് 150 KVAറിൻ്റെ പാനലൊക്കെ സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ ബ്രേക്കറും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ബ്രേക്കർ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് 1.35 അല്ലെങ്കിൽ 1.4 തന്നെ ചെയ്യുക. അതിലും 1.4 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആംബിയർ കിട്ടും. 150 KVAറിൻ്റെ ഇൻറ്റു 1.4 ചെയ്ത ആംബിയർ കിട്ടി. ഒരു 50% നമ്മൾ എക്സ്ട്രാ ഇട്ടോളണം, കപ്പാസിറ്റർ ആയതുകൊണ്ട്. അതൊരു സ്റ്റാർട്ടിങ് ഇത് വലിക്കുന്ന, അതായത് ഈ ഹാർമോണിക്സ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 50% എക്സ്ട്രാ ഇട്ടു. അങ്ങനെ 303 ആംബിയർ വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബ്രേക്കർ 400 ആംബിയറിൻ്റെ 36K ബ്രേക്കർ 75% സെറ്റ് ചെയ്യുന്നു. ഇനിയുള്ളത് DG സെലക്ഷനാണ്. അപ്പോൾ DG സെലക്ഷന് വേണ്ടി നമുക്ക് ടോട്ടൽ DGക്ക് വേണ്ട ലോഡ് 200 kW പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിവൈഡ് ബൈ 0.8 ഒക്കെ വെച്ച് ചെയ്താൽ കുറച്ചും കൂടി 0.9 ചെയ്തത് അത് KVA കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ KVAയിൽ കൺവേർട്ട് ചെയ്തു. അതിനൊരു 20% എക്സ്ട്രാ ഇട്ടു. അപ്പോൾ 266 ശതമാനം KVA ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ജനറേറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ജനറേറ്റർ 320 KVA എന്ന് പറഞ്ഞാൽ നമുക്ക് 320 ഫുള്ള് ലോഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 80% ഒക്കെ ലോഡിങ് കിട്ടുള്ളൂ. അതാണ് 320യുടെ ജനറേറ്റർ സെലക്ട് ചെയ്തത്. അങ്ങനെ രണ്ടെണ്ണം സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ 200 സെപ്പറേറ്റ് രണ്ട് ഇതായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ DGയുടെ ബ്രേക്കർ സൈസ് സെലക്ട് ചെയ്യുന്നത് സിമ്പിൾ തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അവിടുത്തെ KVA ഇൻറ്റു 1.39 ചെയ്താൽ അവിടുത്തെ ആംബിയർ കിട്ടും. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്ത് 500 ആംബിയർ 4 പോൾ 36K DG. ഇതിപ്പോൾ 444 അപ്പോൾ നമ്മൾ 444 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 400ൻ്റെ ബ്രേക്കർ കഴിഞ്ഞാൽ പിന്നെ 500ൻ്റെ ബ്രേക്കർ. അപ്പോൾ 500 ആംബിയർ 4 പോൾ MCCB 36K സെറ്റ് 80% സെറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പാനൽസ് എല്ലാം റെഡിയായി, അല്ലെങ്കിൽ ഇൻകമർ റെഡിയായി. ഇനി അതിലെ ബസ് ബാറും കാര്യങ്ങളും സെലക്ട് ചെയ്യണം. ബസ് ബാർ സെയിം തന്നെ നമ്മുടെ റേറ്റഡ് കറണ്ട് ഡിവൈഡ് ബൈ 0.8 അലുമിനിയത്തിന് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ MSP ചെയ്തു അതേപോലെ തന്നെ. പിന്നെ അതിൻ്റെ ഔട്ട് ഗോയിങ്സും അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ കറണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ബ്രേക്കർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്, 40 HP 6 മോട്ടറുണ്ട്. അപ്പോൾ അതിനെ KVA ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 0.9 ചെയ്തു. അതിനുമ്പോൾ കിലോവാട്ട് ആക്കാൻ വേണ്ടി 0.746 ചെയ്തു. പിന്നെ അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കാൻ 1.39 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. കറണ്ട് കിട്ടി. അതിൻ്റെ ഒരു 1.5 ടൈംസ് അഡീഷണൽ എടുക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാത്തിൻ്റെയും നമ്മൾ 30 HP നിങ്ങൾ പോസ് ചെയ്ത് നോക്കുക, കണ്ടുപിടിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആകും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി പാനൽ അതേപോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ആംബിയർ വെച്ച് അതിൻ്റെ ബസ് ബാറെല്ലാം കണ്ടുപിടിക്കുന്നു. പിന്നെ അതിൻ്റെ ഔട്ട് ഗോയിങ്സ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ ലൈറ്റ് ലോഡ് ലിഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊടുത്തു. DBയുടെ ആംബിയർ എല്ലാം കണ്ടുപിടിക്കുന്നു. ലിഫ്റ്റിൻ്റെ എല്ലാത്തിനും കിലോവാട്ട് കിട്ടിയ ആംബിയർ കണ്ടുപിടിക്കുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൂടെ അതിൻ്റെ ബ്രേക്കർ സെലക്ട് ചെയ്യണം, ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ മോട്ടറുകളുടെയും നമ്മൾ കൊടുക്കുന്നു. APFC പാനലിൻ്റെ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ ബസ് ബാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ഈ നമ്മൾ സാധാരണ ഒരു കപ്പാസിറ്റർ പാനൽ ഒരു 4 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റെപ്പായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ 4 സ്റ്റെപ്പ് പ്ലസ് 1 നോ ലോഡ് കോമ്പൻസേഷൻ എന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ കപ്പാസിറ്ററിൻ്റെ സെപ്പറേറ്റ് നമ്മൾ കറണ്ട് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ
റേറ്റിങ്ങും നമ്മൾ സെപ്പറേറ്റ് സെലക്ട് ചെയ്തിടുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 1.39 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും മതി. 3.5 അത് വോൾട്ടേജ് എടുത്തതിൻ്റെ ഒരു വ്യത്യാസമാണ് ആ 1.35 എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഓഫ് കപ്പാസിറ്ററിൻ്റെ നമ്മൾ അതിൽ സെലക്ട് ചെയ്തിരുന്നു. ഫൈനലി നമ്മൾ ഡ്രോയിങ് വരയ്ക്കുന്നു. അപ്പോൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ TOD മീറ്റർ എല്ലാം കാണിക്കണം. ഞാൻ ഡ്രോയിങ്സൊക്കെ വേറെ പലതും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഓവർ കറണ്ട് റിലേ, എർത്ത് ഫാൾട്ട് റിലേക്കാണ് ഈ 50-51 എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ എക്യുപ്മെൻറ്റ് നമ്പറാണ്. എക്യുപ്മെൻറ്റ് നമ്പറിൻ്റെ വേറെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് കഴിഞ്ഞ് ട്രാൻസ്ഫോമർ വന്നു. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് വന്ന് ACB കയറി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബസ് ബാറിൽ വന്നു. അതിൽ പല ഔട്ടായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ജനറേറ്റർ പാനൽ വരുന്ന കയറുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ട് തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ബസ് കപ്ലറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം നമുക്ക് ചിലപ്പോൾ ഈ KCB ഇല്ലാത്ത ടൈം നമുക്ക് ഈ ബസ് കപ്ലർ ഊരിയാൽ ഇത് മാത്രം പ്രവർത്തിപ്പിക്കുക. അപ്പോൾ DGന്ന് മാത്രമുള്ള ഈ രണ്ട് ലോഡ് MCC 1 and 2 മാത്രം ഓടുന്ന രീതിയിലൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അതാ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ വായിച്ച് ഒന്നും കൂടി മനസ്സിലാക്കിയിട്ട് ഈ ഡ്രോയിങ് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഞാനത് വേണമെങ്കിൽ ഒന്നും കൂടി സൂം ഔട്ട് ചെയ്ത് കാണിക്കണം നിങ്ങളുടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ പോസ് ചെയ്ത് നിങ്ങൾ വരച്ചൊക്കെ നോക്കുക. അതുപോലെ DG സിങ്കണൈസേഷൻ പാനലും വരച്ചിട്ടുണ്ട്. DGയുടെ 2 DG ഉണ്ട് 320 kVയുടെ. അപ്പോൾ അത് സിങ്കണൈസ് ചെയ്യണം. ഇങ്ങനെ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ യൂസിങ് ഒരു കോൺടാക്ടറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ടറൊക്കെ വെച്ച് ചെയ്യുന്നതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പറഞ്ഞത് ദീർഘിക്കുന്നില്ല. അപ്പോൾ നിങ്ങളത് പോസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഡൗട്ടുള്ളവർ ചോദിക്കുക. MCC 1 ഡിസൈൻ ചെയ്തേക്കണം കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഇന്നോ ഔട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ബസ് ബാർ സൈസ് എഴുതിയിട്ടുണ്ട്. MCC 1 and 2 ഡിക്റ്റോ ആണ്. 1 and 2 സെയിം ആണ്. യൂട്ടിലിറ്റി പാനൽ കുറച്ച് വ്യത്യാസമുണ്ട്, അതും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൂടാതെ സോളാറിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ സോളാർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ഡിസൈൻ ഞാൻ വേറെ സോളാറിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കത് ചെയ്യൽ നടക്കില്ല. നമുക്കത് ഒരു അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ എടുത്ത് പഠിച്ചിട്ട് പോലെ നടക്കുള്ളൂ. അപ്പോൾ 500 വാട്ട്സ് പീക്കിൻ്റെ പാനൽ യൂസ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ 20 പാനൽ വയ്ക്കാൻ പോകണു. ഇപ്പോൾ 100 kW ആണല്ലോ. അപ്പോൾ 500 വാട്ട്സ് പീക്കിൻ്റെ 20 പാനൽ വയ്ക്കാൻ പോകണു എന്നുള്ള ഈ വാട്ട്സ് പീക്ക് എന്താണെന്നൊക്കെ ഉള്ള ഞാനെല്ലാം സോളാറിൻ്റെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്ലേലിസ്റ്റൊക്കെ കണ്ട് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ പ്രോബ്ലം ചെയ്യണമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത്. ഒരു ഷോർട്ട് കട്ടിൽ ഇത് പെട്ടെന്ന് അറിയാവുന്നവർ ജസ്റ്റ് നോക്കി പോയാൽ മതി. അത്യാവശ്യം മനസ്സിലാവുന്ന കേസുകളാണ് ഞാൻ പറയുന്നത് അറിയാവുന്നവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി നോക്കുന്നത് എത്ര സ്ട്രിങ് വേണമെന്നാണ്. അപ്പോൾ സ്ട്രിങ് എന്താണെന്നുള്ളതും ഞാൻ വേറെ ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോളാറിൻ്റെ പ്ലേലിസ്റ്റിൽ. അപ്പോൾ നമുക്കിതിൽ 10 സ്ട്രിങ് വേണമെന്ന് കാണിച്ചു. അത് ഡിപ്പെൻഡിങ് ഓൺ ഇൻവെർട്ടറാണ് ആക്ച്വലി. അതിൽ എത്ര MPPT ഉണ്ടെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ 10 സ്ട്രിങ് തന്നെ. അപ്പോൾ ഓരോ സ്ട്രിങ്ങിലും 20 എണ്ണം. അപ്പോൾ 20 ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പാനൽ പോലെ വരയ്ക്കണം. എന്നിട്ട് അതിൽ നിന്ന് DC-DB വരയ്ക്കണം. അപ്പോൾ DC-DBയിൽ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ബ്രേക്കേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് ഇൻവെർട്ടറിൽ കയറുന്നു. ഇതാണ് ഇൻവെർട്ടർ കാണിച്ചേക്കുന്നത്. ഇൻവെർട്ടറിൽ നിന്ന് AC-DB നിന്ന് യൂട്ടിലിറ്റി പാനൽ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അതിൽ വരയ്ക്കേണ്ടത്. അതിൽ വളരെ വിശദമായിട്ട് വരയ്ക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ സോളാറിൻ്റെ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ അതിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഫാൾട്ട് ലെവൽ കാൽക്കുലേഷനാണ്. അപ്പോൾ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻ ഞാൻ വേറൊരു പ്ലേലിസ്റ്റ് ഇത് തന്നെ ഫാൾട്ട് ലെവൽ എന്ന് പറഞ്ഞത് തന്നെ എർത്തിങ്ങും അതിൻ്റെ ഇതിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയേക്കുക. അവിടുത്തെ റെസിസ്റ്റിവിറ്റി ബേസ് ചെയ്തിട്ടൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. സോഴ്സ് ഇമ്പിഡൻസും ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒറിജിനലി ഒരു പ്രോജക്റ്റിന് സബ്മിറ്റ് ചെയ്ത ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അനുസരിച്ച് അവിടുത്തെ ID കാൽക്കുലേറ്റ് ചെയ്യുന്നു. അവിടുത്തെ വാല്യൂ ഇപ്പോൾ 11 എർത്ത് ബിറ്റ് വേണമെന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത്. എന്നിട്ട് HT സൈഡിൻ്റെ കണ്ടക്ടർ എത്രയാണെന്നും LT സൈഡിലെ കണ്ടക്ടർ എത്രയാണെന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ പ്ലേലിസ്റ്റിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് വെറുതെ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അതിൽ നോക്കാം, നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാം ഈ ആൻസർ വരുന്നുണ്ടോ എന്നുള്ളത്. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.